ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ശാരദാമ്മേ? പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ശാരദാമ്മ പറഞ്ഞു നോക്കിയതല്ലേ. ഇനിയിപ്പോ അവര് ചടങ്ങുകൾ നടത്തി തിരിച്ചു വരട്ടെ എന്നല്ലാതെ മറ്റെന്താ നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്? രേഷ്മ, ഇത് വലിയൊരു കെണിയാണ്. ആ അസ്ഥി നിമഞ്ജനം ചെയ്താൽ അവളുടെ ജീവൻ തന്നെ ആപത്താ. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്തിനാ കർമ്മങ്ങള്? കൂടെ വിഷ്ണുവിന്റെ തുടിക്കുന്ന ഹൃദയവുമായി ശിവൻ നിൽക്കുമ്പോ എന്തിനാ മോക്ഷപ്രാപ്തിക്കായി കർമ്മങ്ങൾ ചെയ്യുന്നത്? അത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇരിക്കപ്പിണ്ടം വെക്കുന്നതിന് തുല്യമല്ലേ? മോള് കേട്ടിട്ടുണ്ടാവും പുരാണത്തില്, ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം വിട്ട അശ്വത്ഥമാവിന്റെ അവസ്ഥയില്ല ഞാനിപ്പോ. അവരെ തിരിച്ച് വിളിക്കാനും പറ്റുന്നില്ല, ഇത് മുടക്കാനും പറ്റുന്നില്ല. മുടക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ നേരിടേണ്ടി വരും. ശാലിനിയെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാലോ? അതിന് ആ സ്ഥലത്തേക്ക് ഫോണ് കിട്ടണ്ടേ? പിന്നെ ശാലിനിക്കൊപ്പം നിൽക്കുന്ന ശിവനുള്ളത് വിഷ്ണുവിന്റെ ഹൃദയമാണെന്ന് ശാലിനിയെ നമുക്ക് അറിയിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? ഇതിന്റെ ഒരു ഗൗരവം അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് കഴിയില്ല മോളെ. ഇതിപ്പോ നമുക്കവരെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാ ചിതാഭസ്മം പാപനാശിനിയില് നിമഞ്ജനം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരിഹാരകർമ്മം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ജോത്സ്യം പറഞ്ഞായിരുന്നോ? മോള്, ഞാൻ മുമ്പ് പറഞ്ഞ അശ്വത്ഥാമാവിന്റെ കഥ തന്നെ എടുത്തു നോക്ക്. അർജുനന് നേരെ തൊടുത്ത ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിന് പിൻവലിക്കാനായില്ല. പിന്നെ അത് ഉത്തരയുടെ ഗർഭത്തിലേക്കാ തിരിച്ചുവിട്ടത്. അതുപോലെ ഇതിന്റെ തിക്താനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഒരു മഹാമാരി പോലെ വന്നു ചേരും. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മരണപ്പെട്ടയാളുടെ മോക്ഷപ്രാപ്തി അല്ല, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണ്. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും അടുത്തിടപഴകാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്. രണ്ടുപേരും അഴകാന ജോഡികള്. ഇന്ന് അവങ്ങളുടെ താമസം എവിടെയല്ലേ? എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. നാളേക്ക് ഇവര് ഊര് വിട്ടു പോകുമ്പോ സീതാദേവി ശ്രീരാമദേവന് പോകുന്ന പോലെ പോകും. സാർ, കുളമ്പ് എപ്പടി ഇருக்கு? എന്താ കുളമ്പാ? സാറേ, കറി എങ്ങനെ ഉണ്ടെന്നാ അവള് ചോദിച്ചതേ. ആ, നന്നായിട്ടുണ്ട്. ரொம்ப ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ നാടൻ കപ്പയാ. ഇവിടെ ഇതിന് കാട്ടുകപ്പ പറയും. കപ്പയും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരുതരം തോരനാ. അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞു വരുന്നവർക്ക് ഇതുപോലുള്ള കറികളൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇവിടെ സർവ്വസാധാരണമാണ്. അമ്മാവുക്കും എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടായി. കടവുളെ, അത് പോതും. ഞാൻ പറയായിരുന്നു, രണ്ടുപേരെയും കാണാൻ ശ്രീരാമനെയും സീതാദേവിയെയും പോലെ ഇരിക്കുകയാണെന്ന്. ரொம்ப അഴക്. ഇവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ചിരിതേ, ഇവർക്ക് രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? വന്ന കാര്യം നടത്തണ്ടേ? അതാണ് മുഖ്യം. നീ ഇവർക്ക് പായിടാൻ നോക്ക്. ചെല്ല്. ഇതേ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നാലും എടുക്ക മുടിയാതെ. ആ, ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ നീ അതെല്ലാം പൊട്ടിച്ച് താഴെ ഇടും. എന്നാ വാങ്ങോ. ഇതേ, ഞാനിപ്പോ വരാവേ. അവര് നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കാം. മനഃപൂർവ്വം തിരുത്താഞ്ഞതാ. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നറിഞ്ഞ കാടിന്റെ നിയമം തെറ്റിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് ഈ കാണിക്കുന്ന സഹായമൊന്നും കിട്ടിയില്ലെങ്കിലോ? നമുക്കറിയാലോ നമ്മളെ. നമുക്ക് നാളെ നമ്മുടെ ചടങ്ങ് ഭംഗിയായി നടക്കണം. അതിന് ചില കാര്യങ്ങൾ കേട്ടില്ലെന്ന് വെച്ചാ പോരെ? രണ്ടുപേർക്കും അകത്ത് പാവരിച്ചിട്ടുണ്ട്. അവിടെ കിടക്കാം. ഞങ്ങളിതാ പുറത്ത് കിടന്നോളാം. അയ്യോ, അത് വേണ്ട.
ഞാനും നീലൻ ചേട്ടനും കൂടെ പുറത്ത് കിടന്നോളാം. നിങ്ങൾ പെണ്ണുങ്ങൾ രണ്ടുപേരും അകത്ത് കിടന്നോ. നല്ല ഇടിമിന്നലുണ്ട്, ചിലപ്പോ മഴ പെയ്യും. അതുപോലെ നല്ല മഞ്ഞുണ്ട്, സാറിന് അത് പിടിക്കില്ല. മഞ്ഞും വെയിലും ഒക്കെ ഇടയ്ക്ക് കൊള്ളണം നീലൻ ചേട്ടാ. ഇടയ്ക്കൊക്കെ അതൊരു രസമാ. അവന് രോഗിയായി മാറുന്ന കാഴ്ചകൾ നിൽക്കാനുള്ള കെൽപ്പൊന്നും ഈ ഉള്ളവനില്ല. രാഘവേട്ട, രാഘവേട്ട, വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല. എന്തിനാ രാഘവേട്ടൻ അമ്മനെ ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? കുമാര കൈമള് പറഞ്ഞതുകൊണ്ടാണോ? അന്നേരം മുതലാണല്ലോ വിഷ്ണുവിനെ ഓർത്തുള്ള ഈ വേവലാതി. ഭാമേ, കണ്ടകശനെ എന്റെ വിഷ്ണുവിനെ കണ്ടകശനെ കൊണ്ടേ പോകുന്നുള്ള ചൊല്ലുണ്ട്. അതുകൊണ്ടാ അവന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത്. എവിടെയെങ്കിലും പോയാ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല ഞാൻ. അവനെ കുറച്ചു നേരം കാണാതായ മനസ്സിൽ അവനെന്തെങ്കിലും പറ്റിപ്പോയി കാണുമോ, എന്തെങ്കിലും ആവത്തുള്ളെന്നുള്ള പേടിയാ എനിക്ക്. ഭാമേ, എനിക്ക് കൊള്ളി വെക്കാൻ, എനിക്ക് കർമ്മം ചെയ്യാൻ അവനല്ലാതെ വേറെ ആരാ ഭാമ ഉള്ളത്? എന്റെ മരണം വരെ നമ്മുടെ മോൻ എന്റെ കൺമുമ്പിൽ തന്നെ വേണം. അതിനെന്ത് വഴിപാടുകൾ ഞാൻ ചെയ്യും. ഇപ്പോൾ നടക്കാൻ വന്ന ഈ വിവാഹ വാർഷികയെ നിങ്ങളെ കേരളത്തോടെ നടത്തുന്നത് എന്റെ വിഷ്ണു വേണ്ടിട്ടാ. അവനെ ഒരു കാലദോഷത്തിന് വിട്ടുകൊടുക്കാനാവില്ല ഭാമേ, വിട്ടുകൊടുക്കില്ല.